എല്ലാവർക്കും വീണ്ടും അമ്മയുടെ അറിവുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ ചെടിത്തോട്ടത്തിൻ്റെ സ്റ്റാർട്ടിങ്, അതായത് ഇവിടെ പൂക്കാലം ആരംഭിച്ചു തുടങ്ങി അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇവിടെ പലതരം ചെടികൾ ഉണ്ടായി വരുന്നു. ഞാൻ നിങ്ങളെ ഒരറിവ് എനിക്ക് മനസ്സിലായത് ഞാൻ നിങ്ങളെ അറിയിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരുപാട് പെസ്റ്റിസൈഡ്സ് ഈ ചെടികൾക്കൊക്കെ ഉപയോഗിക്കും. ഇത് ലില്ലിയാട്ടോ. ഈ ലില്ലിയുടെ പ്രത്യേകത പൂമ്പൊടി ഇല്ലാത്ത ലില്ലിയാണ്. ചിലർക്ക് ഇതിൻ്റെ ആ പൂവിൻ്റെ പൂമ്പൊടിക്ക് അലർജിയുണ്ട്. എനിക്കുണ്ട്. പക്ഷേ ഈ ലില്ലിക്ക് അതില്ല. ഇത് -15 ഡിഗ്രിയൊക്കെ സർവൈവ് ചെയ്യുന്ന ഒരു ചെടിയാണ്. ഈ ചൂടുകാലം, ഇവിടുത്തെ സമ്മർ തീരുമ്പോൾ ഇത് പിന്നെയും നിൽക്കും. എന്നിട്ട് നമ്മുടെ ഫേവറബിൾ കാലാവസ്ഥ ആകുമ്പോൾ വിൻ്റർ സർവൈവ് ചെയ്ത് സമ്മറിൽ വീണ്ടും അതിന് ജീവൻ കിട്ടും. ഇത് എയർലി തണുപ്പങ്ങ് മാറുന്ന സമയത്ത് ഉണ്ടാകുന്നൊരു ചെടിയാണ്. ഇതൊത്തിരി ബീസിന്, ഇൻസെക്റ്റിനൊക്കെ അട്രാക്റ്റ് ചെയ്യും. ഇത് ചെമ്പരത്തി ഇതിട്ട് വരുന്നേ ഉള്ളൂ. ഇത് ബ്ലൂബെൽസ് എന്ന് പറയും. ബ്ലൂബെല്ലിന് നല്ല വാസനയുണ്ട്. ഇത് ഒരു പ്രാവശ്യം ഇട്ട് കഴിഞ്ഞാൽ ഒരു ബൾബ് നമ്മുടെ ഉള്ളി പോലെ അതിൻ്റെ അടിയിൽ ഇട്ട് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ടാകും. നമ്മുടെ 6 മാസ ചെടി എന്ന് പറയും. 6 മാസ ചെടി അതിങ്ങനെ കുറേ നാളൊരെണ്ണം വിരിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ മുട്ടാണിത്. ഉണ്ടായി തുടങ്ങിയ കുറേ നാളത്തേക്ക് നിൽക്കും. ഇത് വലുതായി വരും. ഓരോ ഇതളും അത് വിരിഞ്ഞപ്പോൾ പൂ വലിയ ചെടിയാവും. ഇത് പിയോണി അത് വിരിയാൻ നിൽക്കുന്നേ ഉള്ളൂ. അത് അടിയിൽ ഡാലിയയുടെ കിഴങ്ങ് പോലെയാണ്. ഇഷ്ടം പോലെ ഉണ്ടാവും. ഒരു 2 മാസം അത് കഴിയുമ്പോൾ അതിൻ്റെ കാലാവധി തീർന്നു. ഇത് ട്യൂലിപ്സിൻ്റെ വേറൊരു കളറാണ്. ഇന്ന് പ്രത്യേക ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ റോസിനൊക്കെ ഇഷ്ടം പോലെ ഈ പച്ച നിറത്തിലുള്ള പ്രാണികളൊന്നും ഇതിന് തിന്നുന്നുണ്ട്. അപ്പോൾ നമ്മളതിന് പെസ്റ്റിസൈഡ് അടിച്ചു കൊടുക്കും. പക്ഷെ പെസ്റ്റിസൈഡിന് ഞാൻ ഭയങ്കര എതിരാണ്. കാരണം നമ്മുടെ പ്രകൃതിക്ക് അത് കുഴപ്പമാണല്ലോ. ഇരിക്കുന്ന ഈ കുഞ്ഞു പ്രാണിയെ കണ്ടോ? ഇതിവിടെ ലേഡി ബേർഡ് എന്ന് പറയും. അത് നമുക്ക് ഭയങ്കര ഉപകാരമുള്ളൊരു പ്രാണിയാണ്. ഇതിൽ 3-4 വന്നിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ ചെടിയിൽ ഈ പുതിയ ഇലയ്ക്കൊക്കെ നല്ല തളിർച്ചയുണ്ട്. അതിലെ ഇലയിലൊരു പച്ച നിറത്തിലുള്ള ഇവിടെ കാണാൻ സൂക്ഷിച്ച് നോക്കിയാൽ ഒരു കുഞ്ഞു പ്രാണിയുണ്ട്, പച്ച നിറത്തിലുള്ള പ്രാണി. ഈ പ്രാണിയെ കാറ്റത്തെ ഇല ആടുന്നു. ഈ പ്രാണീനെ തിന്നും. അത് തിന്നുമ്പോൾ നമ്മളുടെ ചെടിക്ക് ജീവൻ വയ്ക്കും. അല്ലെങ്കിൽ ഈ പ്രാണികൾ അവിടെ ഇരുന്നിട്ട് ചെടിയുടെ ജ്യൂസ് എല്ലാം വലിച്ചെടുക്കും. അപ്പോൾ ഈ ലേഡി ബേർഡിനെ എവിടെ കണ്ടാലും ഈ ഇലകളിൽ കൊണ്ടുവന്ന് വയ്ക്കുക. അപ്പോൾ അത് ആ പ്രാണികൾ തിന്നോളും. അതൊരു ബയോളജിക്കൽ നാച്ചുറൽ പെസ്റ്റിസൈഡായിട്ട്, നോട്ട് പെസ്റ്റിസൈഡ്, ബഗ് കില്ലർ. ബഗ് എന്ന് അതിനിവിടെ പറയാം കേട്ടോ. ഈ ചെടിയുടെയൊക്കെ ബഗ്ഗാണത്. അപ്പോൾ ആ ബഗ്ഗിനെ കൊല്ലുന്ന ബഗ് കില്ലറായിട്ട് ആക്ട് ചെയ്യും. അങ്ങനെ നമ്മുടെ ചെടികൾക്ക് വീണ്ടും ജീവൻ കിട്ടും. അപ്പോൾ ഞാൻ പെസ്റ്റിസൈഡ് മേടിക്കുകയാണെങ്കിൽ തന്നെയും ഈ ഇൻസെക്റ്റിനെ ഒന്നും കൊല്ലാത്ത ടൈപ്പ് പെസ്റ്റിസൈഡ് കിട്ടുന്നത്. ഇവിടെ ഒരു ലേഡി ബേർഡ് വന്നിരിക്കുന്നുണ്ടോ? ആക്ച്വലി കണ്ടോ? ആ ലേഡി ബേർഡ് ഇതിനെയൊക്കെ തിന്നുന്നുണ്ട്. അതുകൊണ്ട് ഇലയ്ക്ക് കുഴപ്പമില്ല. ഞാൻ കഴിഞ്ഞ ദിവസം നോട്ട് ചെയ്താണ്. ഇവിടെ കുറേ ലേഡി ബേർഡ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓർത്ത് ഈ ലേഡി ബേർഡ് എന്താണ് ഈ ചെടികളൊക്കെ തിന്നുമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ അതിനെനിക്ക് ഇഷ്ടമാണ് കാണാനായിട്ട്. അതുകൊണ്ട് തന്നെ ഞാൻ കൊല്ലാൻ നോക്കിയില്ല. നമുക്കിവിടെ ഇഷ്ടം പോലെ അങ്ങനത്തെ ലേഡി ബേർഡ് എൻ്റെ റോസുമ വന്ന് കിട്ടിയിട്ടുണ്ട്. അതൊരു ഭാഗ്യമാണ്. അപ്പോൾ പെസ്റ്റിസൈഡ് ഉപയോഗിക്കാതെ തന്നെ റോസൊക്കെ ജീവൻ വെച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ള ഇന്നത്തെ എൻ്റെ ചെറിയ വീഡിയോയിൽ. ഇത് ലവണ്ടർ, അതിൻ്റെ ചെറിയ മുട്ടുകളായിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ പോലെ ഞാൻ ഇട്ട വീഡിയോ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഇഷ്ടംപോലെ ലവണ്ടർ പൂ ഉണ്ടായി, പ്രാവശ്യം ഉണ്ടായി വരുന്നുണ്ട്. പിന്നെ ഈ ബ്ലൂബെൽസ് ഞാൻ പറഞ്ഞില്ലേ, എവിടെ വന്നാലും അത് പിടിക്കും. പിന്നെ ഒരു ചെടി നമ്മുടെ ശത്രു കാണുന്നത് ഇത് ഇരിക്കുന്നുണ്ട്. ഈ സാധനം മുഴുവൻ വിത്തുകളാണ്. ആ വിത്തുകൾ ഒരു കാറ്റ് വരുമ്പോൾ എല്ലായിടത്തും പറന്നങ്ങോട്ട് വീണിട്ട് നമ്മുടെ വീട്ടിലെല്ലായിടത്തും അതിവിടെ ഇറങ്ങുണ്ടായി നിൽക്കുന്നുണ്ട്. അങ്ങ് വന്നിട്ട് കല്ലുമ്മ വരെ അതുണ്ടാവും. ആ മഞ്ഞപ്പൂ ഉണങ്ങിയിട്ട് ഇങ്ങനെ ഉണ്ടാവും. അത് ഒരെണ്ണം ഉണ്ടായാൽ ഒരു 10-50 വിത്ത് ഒരെണ്ണത്തിലുണ്ട്. നമ്മളുടെ മൊത്തം ഏരിയ അത് കവർ ചെയ്യും.
അപ്പോൾ ഈ ചെടികളെയൊക്കെ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യാനല്ല, ഞെക്കിയിട്ട് ഇവരങ്ങ് ഇത് ആധിപത്യം സ്ഥാപിക്കും. അതുപോലെ ഇതും നല്ലൊരു ഭംഗിയുള്ള പൂവാണ്. ഇങ്ങനെ ഒന്നിച്ച് നിൽക്കുന്ന കാണുമ്പോൾ നല്ല ഭംഗിയാണ്. പക്ഷേ അത് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഒത്തിരി ഉണ്ടാവുന്നത് ചെടിച്ചട്ടിയിൽ വെച്ച് വളർത്താനേ പറ്റുള്ളൂ. ഇനി പൂക്കളൊക്കെ ഇങ്ങനെ ഉണ്ടായി വരുന്നതേ ഉള്ളൂ. ഇതും ഇൻസെക്റ്റിനെ ആകർഷിക്കുന്ന ഒരു ചെടിയാണ്. ഇഷ്ടം പോലെ പൂക്കളുണ്ടാവും കേട്ടോ. ഇതെൻ്റെ ബ്ലാക്ക് കറണ്ട്, റെഡ് കറണ്ട് ഒക്കെ നന്നായി വരുന്നു. ഇതാണ് ഒലിവ് മരത്തിന് എന്തോ പറ്റി കേട്ടോ. ഒലിവ് മരം ഉണങ്ങി നിൽക്കുവാണ്, പക്ഷേ കമ്പ് ഉണങ്ങിപ്പോയിട്ടില്ല. അടിയിൽ നിന്ന് വീണ്ടും ശിഖരങ്ങളും ഉണ്ടായി വരും. ഞങ്ങൾ ടർക്കിയിൽ ഹോളിഡേയ്സിന് പോയപ്പോൾ മനസ്സിലായതാണ്, ഈ ഒലിവ് മരം ഒരിക്കലും ചത്തുപോകത്തില്ല. അതിൻ്റെ ശിഖരങ്ങൾ വീണ്ടും ഉണ്ടായി വന്ന് ജീവൻ വയ്ക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. പിന്നെ റോസും ഒക്കെ ഉണ്ടായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് സ്റ്റാർട്ടിംഗ് ആണ്. എയർലി ടൈമിലുണ്ടാകുന്ന പൂക്കളാണ്. ഈ ചെടികളൊക്കെ നടാൻ വേണ്ടി മേടിച്ചു വന്നേക്കണതാണ്. ഇതെല്ലാം ഞാൻ നട്ട് കഴിഞ്ഞ് പൂക്കളുണ്ടായി കഴിയുമ്പോൾ ഞങ്ങൾ കാണിക്കും. നല്ല ഭംഗിയുള്ള പൂക്കളുണ്ടാവും. നമുക്കിങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ മേടിക്കാൻ കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ അമ്മയുടെ അറിവുകളുടെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾ പെസ്റ്റിസൈഡ് ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കണം. നാച്ചുറലായുള്ള പെസ്റ്റിസൈഡ് ഉപയോഗിക്കാൻ നോക്കുക. മറ്റ് പ്രാണികളെ നശിപ്പിക്കാതിരിക്കുക. നമുക്ക് എക്കോസിസ്റ്റത്തിലെ എല്ലാ പ്രാണികളെയും പക്ഷികളെയും എല്ലാത്തിനെയും ആവശ്യമാണ്. അപ്പോൾ എല്ലാവരും കൂടി സഹകരിച്ചുള്ള ജീവിതമാണ് നമുക്ക് ആവശ്യം. ഹലോ, എല്ലാവർക്കും അമ്മയുടെ അറിവുകളിലേക്ക് വേണ്ടി സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് കണ്ടോ, ഈ ഇലയിൽ കറുത്ത പാടുകൾ കണ്ടോ? അതൊരു തരം ബഗ്സാണ്. ബഗ് എന്ന് പറഞ്ഞാൽ പ്രാണികൾ അതിൻ്റെ ഇല ഊറ്റി കുടിച്ചിട്ട് ജ്യൂസ് കുടിച്ച്. ഇവിടേക്ക് നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ ഒരു ഗ്രീൻ കളർ സാധനം ഇരിക്കുന്നുണ്ടോ? ഈ ഗ്രീൻ കളർ സാധനം ഹലോ, എല്ലാവർക്കും എൻ്റെ ഗാർഡനിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഗാർഡനിലെ കുറച്ച് ബഡ്സ് ആയിരുന്നപ്പോഴും ഇതിലെ ഇൻസെക്റ്റിനെ എങ്ങനെ കൊല്ലുന്നത് എന്നുള്ള കാര്യമൊക്കെ വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ ലേഡി ബേഡ്സ് ലേഡി ബഗ് എന്നും പറയും. അതിനെ ഞാൻ ഈ റോസിൻ്റെ ഇതിൽ കൊണ്ടുവച്ച് കഴിഞ്ഞപ്പോൾ അതിലുള്ള ഇൻസെക്റ്റിനൊക്കെ കൊന്ന്, അത് അതിൻ്റെ സോഫ്റ്റ് ഇൻസെക്റ്റ്, ഒരു ഗ്രീൻ ടൈപ്പ് എൻ്റെ വീഡിയോ ഇതിലുണ്ട് കേട്ടോ. അതിനെ തിന്ന് ലേഡി ബഗ് എൻ്റെ ചെടിയെല്ലാം രക്ഷിച്ചു. അപ്പോൾ ഒരു ബയോളജിക്കൽ പെസ്റ്റിസൈഡ് ഇല്ലാതെ ചെടികളെ സംരക്ഷിക്കുന്ന രീതിയാണ് ഞാൻ കണ്ടുപിടിച്ചത്. അപ്പോൾ ഈ വീഡിയോയിൽ അതാണ് നിങ്ങളെ ഞാൻ കാണിച്ചത് കേട്ടോ. പിന്നെ എൻ്റെ ഗാർഡനിൽ അന്നേരം പൂക്കളൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ ചെറുതായിട്ട് ഇത് നമ്മുടെ ലവൻഡറാണ്, ബഡ്സാണ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ ഗാർഡനിൽ കൂടെ ഒന്ന് സ്പീഡിൽ നിങ്ങളെ കൊണ്ടുപോകാം. ഇത് ലവൻഡർ. ഇനി ഇതിപ്പോൾ ഒരു 2 മാസത്തിൽ കഴിയുമ്പോൾ കംപ്ലീറ്റ് വലുതാവും. നല്ല വാസനയുണ്ട്. ഇത് എൻ്റെ റോസ്, ഞാൻ വൈനുണ്ടാക്കുന്ന റോസ് ഇതാണ്. കഴിഞ്ഞ വർഷം, അതിൻ്റെ മുമ്പത്തെ വർഷമാണെന്നാണ് ഒരു ബ്രാഞ്ച് ഇവിടെ കുഴിച്ചിട്ടത്. അപ്പോൾ ഇതിലും എനിക്കുണ്ടായി. ഇതൊരു ആപ്പിൾ മരം തൈ വീണ ഒരു കുരുവിനുണ്ടായതാണ്. പക്ഷേ നമ്മളുടെ യുകെയിലെ ഫ്രണ്ട് ഗാർഡനിൽ മറ്റുള്ളവരുടെ വീടിൻ്റെ വ്യൂ മറയ്ക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിന് നീളം ഞങ്ങൾ കുറയ്ക്കണം അധികം വൈകാതെ. പിന്നെ ഇതും എൻ്റെ ലേഡി ബഗ് രക്ഷിച്ച, ലേഡി ബേഡ് എന്നും പറയും, രക്ഷിച്ച ഒരു റോസാണിത്. ലേഡി ബേഡ് ഇപ്പോഴും അവിടെ ഉണ്ട്. ഇതിനെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അതിൻ്റെ ഇടയിൽ മറഞ്ഞ് നിൽക്കണം. കമോൺ ലേഡി ബേഡ്. ആ ബ്രാഞ്ചിൻ്റെ അവിടെ നിൽപ്പുണ്ടത്. കണ്ടത് ആ റെഡ് കളറ്. അത് ഇതിലുള്ള ഒരുവിധം ഇതൊരു ലേഡി ബേഡ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നാലെ കുറേ വരും. എന്നിട്ട് എൻ്റെ ചെടിക്ക് ഞാൻ പെസ്റ്റിസൈഡ് ഇടാതെ തന്നെ ഒരു കേടും വരാതെ റോസെല്ലാം നിൽക്കുന്നുണ്ടോ. സോ അത് നാട്ടിലുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇത് എല്ലായിടത്തും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എല്ലാ പ്രാണികളും ഉപദ്രവകാരികളല്ല കേട്ടോ. നമ്മൾ ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ അങ്ങനെ തോന്നിയാലും ഇത് ഉപകാരികളായുള്ള ഒത്തിരി പ്രാണികളുണ്ട് നമ്മുടെ ഈ നാട്ടിൽ, ഐ മീൻ ഗാർഡനിലായാലും. അപ്പോൾ ഇവിടുത്തെ ആളുകൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ പ്രാണികളെ, അതായത് ബേഡ്സിനെയൊക്കെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് അവർക്ക് തീറ്റയും വെള്ളമൊക്കെ വെച്ച് കൊടുക്കും. ഇത് പിയോണി എന്ന് പറഞ്ഞ വേറെ ചെടിയാണ്. ഇത് പെട്ടെന്ന് പൂവുണ്ടായി പെട്ടെന്ന് തന്നെ തീരും. എൻ്റെ ഹൈഡ്നാജിയ
ഉണ്ടായി വരുന്നതൊക്കെ മുട്ടിട്ടിട്ടുണ്ട്. ഒരു 2 മാസം കഴിയുമ്പോൾ നിറയെ പൂവരിയുണ്ടാവും. നല്ല പോലെ ഇത് വെട്ടി നിർത്തി കഴിഞ്ഞാൽ നമുക്ക് നല്ല പോലെ പൂവുണ്ടാവും കേട്ടോ. ഇത് ഞാൻ പെസ്റ്റിസൈഡ് അടിച്ചതിൻ്റെ റോസാണ്. അതിൽ പൂക്കൾ വളരെ കുറവാണ്. അതിന് നല്ല ഡാമേജ് ഉണ്ട്. ലേഡി ബേഡിനെ ഇതുമ്പോൾ വെച്ചിട്ട് അത് ഇരുന്നില്ല. ലേഡി ബേഡ് എല്ലാതരം ഇൻസെക്റ്റിനും തിന്നില്ല. ഇതൊക്കെ ബ്ലാക്ക് ഫ്ലൈ എന്ന് പറയുന്നത് ഒരു ഇല കറുത്തിരിക്കുന്നുണ്ട്. അതൊക്കെയും ഒരു തരം പ്രാണികൾ വന്ന് അതിൻ്റെ ജ്യൂസ് കുടിച്ചിട്ട് ഡ്രൈ ആക്കി കളയുന്നതാണ്. അപ്പോൾ നമ്മൾ അതും വേണ്ടി ഒരു ഇതെൻ്റെ ആർച്ച് റോസാണ്. വെള്ളപ്പൂവുണ്ടായി തുടങ്ങി, നിറയെ പൂവുണ്ടായിക്കൂടെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇത് വെള്ളത്തിലും കരയിലും വളരുന്നൊരു ചെടിയാണ്. ഇതിപ്പോൾ ഞാൻ കരയിലാണ് വെച്ചിരിക്കുന്നത്. അത് നല്ല ഭംഗിയുണ്ട്. ഐറിസിൻ്റെ ഇനത്തിൽപ്പെട്ടാണ്. ഐറിസ് എന്നാണ് ഇതിനെ പറയുന്നത്. പിന്നെ നമ്മുടെ ഇതൊരു വൈറ്റ് ഇതാണ്. പൂവുണ്ടാവും, ഒരു മഞ്ഞ പൂവുണ്ടായി വരും. പക്ഷേ ചെടി തന്നെ ഇറ്റ്സെൽഫ് കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ ഇത് ഈ ചെടി ആക്ച്വലി നമ്മുടെ ഇൻസെക്റ്റിനൊക്കെ അട്രാക്റ്റ് ചെയ്യുന്ന ചെടിയാണ്. ബീസൊക്കെ ഇഷ്ടംപോലെ വരും. പോളിനേഷനൊക്കെ ഇത് നടത്താനായിട്ട് സഹായിക്കും നമ്മുടെ പച്ചക്കറിയൊക്കെ നടുമ്പോഴേ. പിന്നെ ഇത് ലില്ലിയാണ്. ഇനിയും കുറേ പൂക്കൾ വരാൻ പോകുന്നു. ഇത്രയ്ക്കായിട്ടുള്ളൂ. ഇത് വൈറ്റ് ഡയാന്തിസ് എന്ന് പറയുന്നതാണ്. അത് തണുപ്പിനെ അതിജീവിച്ച് എല്ലാ വർഷവും ഉണ്ടായി വരും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് എനിക്ക് അമ്മയുടെ അറിവുകളിൽ നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ബി ഹാപ്പി. കുറച്ചൊക്കെ പ്ലാന്റ്സൊക്കെ നട്ട് പച്ചക്കറിയും പൂക്കളൊക്കെ നട്ടിട്ട് നിങ്ങൾ ഗാർഡൻ എൻജോയ് ചെയ്യുക. സോ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ഇഫ് യു നോ ഹൗ ടു എൻജോയ് ഇറ്റ്. എല്ലാവർക്കും എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും നേരുന്നു. ബൈ ഫോർ ടുഡേ. വീണ്ടും നമുക്ക് അമ്മയുടെ അറിവുകളിൽ വേറെ എപ്പിസോഡുമായിട്ട് കാണാം കേട്ടോ.